പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം $100 തികഞ്ഞാൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അത് എത്ര സമയം വേണം ഇത് $100 തികയ്ക്കാൻ വേണ്ടി എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ട് അല്ലേ? അപ്പം അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം. എനിക്ക് എത്ര സമയം എടുത്തു എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത് നിങ്ങളോട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് അത് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളും വിശദീകരിക്കാം. അതിനായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് എന്തെല്ലാമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നമ്മൾ ഈ $100 തയ്ക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. യൂട്യൂബ് പല രീതിയിൽ നമുക്ക് ഇതിനു വേണ്ടി പല വഴികൾ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ പല വഴികൾ നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് മറ്റൊരു കാര്യമുണ്ട്. അതായത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. അതായത് നമുക്ക് ഈ $100 ഒക്കെ തികഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ ഇത് യൂട്യൂബ് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല, സാധാരണ അങ്ങനെയല്ല. അതായത് നമുക്ക് ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലൂടെയാണ് നമുക്ക് പേയ്മെന്റ് നമ്മുടെ ബാങ്കിലോട്ട് ലഭിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ആഡ്സെൻസ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിലൂടെ പൈസ ലഭിക്കൂ. അതിലൂടെയാണ് പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പം അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയായിട്ട് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ടിനെ കുറിച്ചുള്ള കൂടുതലായിട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഇവിടെയായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പേയ്മെന്റ് മിനിമം $100 എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് ഒരു ലൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്ത രീതിയിലുള്ള ഒരു ലൈനാണ്. ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഇവിടെ ഇപ്പോഴുള്ള ഒരു എത്ര ഡോളർ ആണെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അത് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രീതിയിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഇത്രയും രീതിയിലൂടെ നമുക്ക് മുന്നോട്ട് ചെറിയ അതായത് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമുക്ക് ഈ പല രീതിയിൽ നമ്മുടെ ഈ ലൈൻ അതായത് ഈ $100 എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് ഫീഡ് ആഡ്സ്, ഇതിലൂടെയൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ? പിന്നെ അതിന് അടുത്തതെന്ന് പറയുന്നത് നമുക്ക് മെമ്പർഷിപ്പാണ്. ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലൈവ് ചെയ്യുമ്പോഴായാലും അല്ലാതായാലും നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മുടെ ചാനലിനെയോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വരുന്ന ഒരു ചെറിയ എമൗണ്ട് അതാണ്. ഈ മെമ്പർഷിപ്പിന്റെ തൊട്ട് താഴെയായിട്ട് സൂപ്പർ എന്നുള്ളത് ഇവിടെ കാണാം. ഈ സൂപ്പർ എന്നുള്ളത് നമുക്ക് സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്പീക്കർ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ, അതായത് നമ്മൾ ലൈവ് മാക്സിമം നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈവ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ലൈവ് ചെയ്താലാണ് ഇങ്ങനെയുള്ള സൂപ്പർ ചാറ്റും സൂപ്പർ സ്പീക്കറും ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലൈവ് ഒക്കെ മാക്സിമം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അടുത്തത് നമുക്ക് ഷോപ്പിംഗ് ആണ്. ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ പല സാധനങ്ങൾ വാങ്ങും അല്ലേ? അപ്പോൾ വയർലെസ് മൈക്രോഫോണൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ടാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ടാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ നമുക്ക് ഇത്ര പെർസെൻറ്റേജ്, ഒരു 2%, പല സാധനങ്ങൾക്കും പല പെർസെൻറ്റേജാണ്. 2% അല്ലെങ്കിൽ 3.5%, അങ്ങനെ പല രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ കമ്മീഷൻ കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രനാരോയുടെ ഒരു വയർലെസ് മൈക്രോഫോണാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ 2 മൈക്രോഫോൺ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഇത് ഞാൻ വാങ്ങിയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ആ വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ടാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നമുക്ക് ആരെങ്കിലുമൊക്കെ അത് വാങ്ങുകയാണ്, ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് അതൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് കിട്ടും. ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിച്ച ഗ്രനാരോയുടെ മൈക്രോഫോണാണ്, വയർലെസ് മൈക്രോഫോണാണ്. ഓക്കെ, പക്ഷെ ഇതുപോലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. കണ്ടൻസർ മൈക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് V8 സൗണ്ട് കാർഡ് മാതിരിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് പല കമ്പനികളുടെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ
അതിന്റെ വീഡിയോയും കൂടെ ചെയ്തതിന് ശേഷം അത് ആ പ്രൊഡക്റ്റ് ടാഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാവും. അതാണ് ഈ ഷോപ്പിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ബ്രാൻഡ് കണക്ട് എന്നുള്ളത്. അപ്പോൾ ബ്രാൻഡ് കണക്ട് നമ്മൾ ഏതെങ്കിലും ബ്രാൻഡുമായിട്ട് കണക്ട് ആയിട്ട് അതിലൂടെ കിട്ടുന്ന വരുമാനം. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് യൂട്യൂബ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ $100 തയ്ക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലൈവ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഓരോ ലൈവ് എങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. അതിലൂടെയാണ് നമുക്ക് മെമ്പർഷിപ്പും സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കറും ഒക്കെ കിട്ടുന്നത്, അല്ലേ? അപ്പൊ അല്ലാതെയും കിട്ടും, പക്ഷെ എന്നാലും കൂടുതലായിട്ട് ലൈവിലൂടെയാണ്. നമ്മുടെ ലൈവൊക്കെ കാണുന്നുണ്ട് പല ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പല രീതിയിൽ ചെയ്യും. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ മാസവും തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് വരാനായിട്ട് തുടങ്ങും. അപ്പൊ ആ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ $100 തയ്ക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും അല്ലെങ്കിൽ എത്ര സമയം വേണം എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഏതെല്ലാം രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.